നമസ്കാരം. 70mm ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഹെയർ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, കുറച്ച് നാൾ മുമ്പ് ഞാൻ FB ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, എൻ്റെ കഷണ്ടി തലയിൽ ആർക്കും പരസ്യം ചെയ്യാം. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് വൈറലായി. ഒരുപാട് ന്യൂസ്, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ്, വ്ളോഗേഴ്സൊക്കെ അത് കവർ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു പരസ്യവും പരസ്യത്തിൽ ഞാനുമായിട്ട് ടൈ അപ്പ് ചെയ്തത് ലാഡൻസിറ്റ എന്ന് പറയുന്ന ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് തന്നെയായിരുന്നു. ഒരു കഷണ്ടിത്തലയിലെ പരസ്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് ചെയ്യുന്നതിലെ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, എൻ്റെ കഷണ്ടിത്തലയിലേക്ക് നോക്കുമ്പോൾ ഒരേ ഫ്രെയിമിൽ തന്നെ പ്രശ്നവും പരിഹാരവും ഉണ്ട് എന്നുള്ളതായിരുന്നു. ഏതായാലും ആ ഒരു ക്യാമ്പയിൻ വളരെ വിജയകരമായി പോയി. ആദ്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് പല ക്ലിനിക്കുകളിലും സമീപിച്ചപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, ഇത് 7th ഗ്രേഡ് കഷണ്ടിയാണ് ഏകദേശം. അപ്പം ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പല ക്ലിനിക്കുകളും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ലാഡൻസിറ്റയുമായിട്ട് സഹകരിച്ച് ഡോക്ടർ ഗജാനൻ ജാദവ് ഡോക്ടറിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എനിക്കൊരു കോൺഫിഡൻസ് തന്നു. ഇതിൽ നമുക്ക് ചെയ്യാം, 7th ഗ്രേഡ് ആണെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു. പിന്നെ ഇതിൻ്റെ സാധ്യതകൾ, പെട്ടെന്ന് കയറി ഒരു സർജറി ചെയ്ത് എന്നതിലുപരി അതായത് എൻ്റെ ഡോണർ ഏരിയയിൽ എങ്ങനെ മുടി വളർത്തി ആ മുടിയെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഡോക്ടർ എനിക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു ട്രസ്റ്റ് ഡോക്ടറിനോട് തോന്നി. കാരണം വേണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ഫിക്സ് ചെയ്ത് ഉള്ള മുടി വെച്ചിട്ട് ഒരു സർജറി കാട്ടിക്കൂട്ടി വിടാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഇതിൻ്റെ സാധ്യത എനിക്ക് വ്യക്തമാക്കി തന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ച് മരുന്നുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിൽ പ്രധാനമായിട്ടും ബയോട്ടിൻ ടാബ്ലറ്റാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ മിനോക്സിഡിൽ എന്ന് പറയുന്നൊരു ലിക്വിഡ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ് തന്നത്. ഒത്തിരി മുടി, അതായത് എൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് മുടി വളർന്നിട്ടുണ്ട് എന്നൊരു റിപ്ലൈ ആണ് എനിക്ക് തന്നത്. അത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു 2 മാസം കൂടി കഴിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം മുടി വളരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ, ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, മുടി ചെറുതായിട്ട് പൊടിച്ചു വരുന്നുണ്ട്. ഞാൻ മിനോക്സിഡിൽ രാത്രി യൂസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തലയിൽ തേച്ച് മസാജ് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ബയോട്ടിൻ ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ പോലത്തെ കഷണ്ടി ആണെങ്കിൽ കൂടി 7th ഗ്രേഡ് എന്നാണ് ഈ ഒരു സ്റ്റേജിന് പറയുന്നത്. നിങ്ങൾക്ക് ഡോണർ ഏരിയ വളർത്തിയെടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ലാഡൻസിറ്റ, ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ പോലെ ഒന്നും ചെയ്യുന്നതല്ല, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ പോയിട്ട് നിരാശരായിട്ടിരിക്കുന്നവരാണെങ്കിൽ ലാഡൻസിറ്റയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അവരെന്തായാലും നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുതരും. ഞാൻ എൻ്റെ ബാക്ക് പോർഷനൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയുന്നത്. ഇനിയുള്ള ഫർദർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴാണ് ഡോക്ടർ സർജറി എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഷണ്ടി ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു നിലപാടിൽ നിന്നിരുന്ന ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ ഒരു സാധ്യത, അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ സർജറിയിലൂടെ നമുക്ക് മുടി വളർത്തിയെടുക്കാം എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുമ്പോൾ, എനിക്കതിനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ടാണ് എൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ട് കഷണ്ടി ഒരു മോശം സംഗതിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. പക്ഷെ എനിക്കൊരു അവസരം കിട്ടി. നേരത്തെ എനിക്ക് അതിനുള്ളൊരു അവസരം ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്കതിനൊരു അവസരം കിട്ടി. ഞാൻ അതിൻ്റെ ആ ശ്രമത്തിൻ്റെ പിന്നിലാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് ഗുഡ് ടൈം. ബൈ.